കോഴിക്കോട് ജില്ലയിൽ ഈ തവണ അട്ടിമറി സംഭവിക്കുമോ? അതോ ഇടതുപക്ഷത്തിന് തങ്ങളുടെ എക്കാലത്തെയും കോട്ട വിള്ളലുകളില്ലാതെ സംരക്ഷിക്കാനാകുമോ? ഈ വീഡിയോ പരിശോധിക്കുന്നത് CPM തന്നെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയ കോഴിക്കോട് ജില്ലയിലെ നിർണായകമായ 13 മണ്ഡലങ്ങളിലെ സാധ്യതകളെക്കുറിച്ചാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ഏകീകരണത്തിൽ വൻ വിജയം പ്രതീക്ഷിക്കുന്ന UDFനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ അതിനിർണായകമാണ്. 1. വടകര. 2011 വരെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന വടകര TPയുടെ കൊലപാതകത്തോടെയാണ് ഇടതിനെ കൈവിട്ടത്. KK രമയുടെ നേതൃത്വത്തിലുള്ള RMP 2016 ഇരുമുന്നണിയിലും ചേരാതെ ഒറ്റയ്ക്ക് മത്സരിച്ച 20,000 വോട്ട് പിടിച്ചിട്ടും ഇടതുപക്ഷം വടകര നിലനിർത്തുകയായിരുന്നു. എന്നാൽ UDF പിന്തുണയോടെ മത്സരിച്ചതോടെ വടകര മണ്ഡലം അട്ടിമറി വിജയം സ്വന്തമാക്കി. 7,491 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജനതാദളിനെ തോൽപ്പിച്ച് MLA ആയ KK രമ തന്നെയാണ് ഈ തവണയും UDFന് വേണ്ടി ജനവിധി തേടുന്നത്. എന്നാൽ 2021 അത്ര എളുപ്പമല്ല ഈ തവണത്തെ പോരാട്ടം എന്ന് തുറന്നു സമ്മതിക്കുന്നുണ്ട്. 15 വർഷക്കാലം ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റായ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഭരണാധികാരി എന്ന നിലയിൽ മണ്ഡലമാകെ സുപരിചിതനായ KM ഭാസ്കരൻ എന്ന LDF സ്ഥാനാർത്ഥി KK രമയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. MLA എന്ന നിലയിൽ KK രമയ്ക്ക് വേണ്ടത്ര മികവ് പുലർത്താനായില്ലെന്ന വിമർശനം മണ്ഡലത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ ഇഞ്ചോടിഞ്ച് മത്സരമാണ് വടകരയിൽ നടക്കുന്നത്. UDF പ്രതീക്ഷിക്കുന്ന ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചാൽ മണ്ഡലം UDF നിലനിർത്താനുള്ള സാധ്യത മുന്നിലുണ്ട്. 2. കുറ്റ്യാടി. കഴിഞ്ഞ തവണ CPM മാണി ഗ്രൂപ്പിന് നൽകിയ മണ്ഡലം വലിയ പ്രതിഷേധം ഉയർത്തി തിരിച്ചുവാങ്ങിയ പ്രാദേശിക CPM ആ സീറ്റ് ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് MLA ആയ പാറയ്ക്കൽ അബ്ദുള്ളയെ കേവലം 331 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി പിടിച്ചെടുക്കുകയായിരുന്നു. ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ നടത്തിയ വികസനവും ജനകീയ ഇടപെടലുകളും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് LDF. പാർട്ടി കണക്കിൽ കടുത്ത മത്സരം നടക്കുന്ന ഈ സീറ്റിൽ ഇരുമുന്നണികൾക്കും തുല്യ സാധ്യതയാണ് കൽപ്പിക്കുന്നത്. 3. നാദാപുരം. 1967 മുതൽ ഇടതുപക്ഷം തോൽവിയറിയാത്ത സുരക്ഷിത മണ്ഡലം. എന്നാൽ CPI മത്സരിക്കുന്ന ഈ മണ്ഡലം ഈ തവണ UDF പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കോൺഗ്രസിലെ യുവമുഖം KM അഭിജിത്ത് മത്സരിക്കുന്ന നാദാപുരത്ത് CPIക്ക് വേണ്ടി മത്സരിക്കുന്നത് സത്യൻ മൊഗേരിയുടെ ഭാര്യയും CPI വനിതാ നേതാവുമായ P വസന്തയാണ്. CPIയിലെ EK വിജയൻ 4000 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച ഈ മണ്ഡലത്തിൽ ഈ തവണ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. വടകര MP ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണത്തിലൂടെ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. 4. കൊയിലാണ്ടി. സിറ്റിംഗ് MLA ആയിരുന്ന കാനത്തിൽ ജമീലയുടെ അകാല വിയോഗത്തോടെയാണ് ഈ തവണ LDFന് വേണ്ടി മുൻ MLA K ദാസൻ തന്നെ മത്സര രംഗത്തെത്താൻ കാരണം. 2001 ശേഷം ഒരിക്കൽ പോലും വിജയിക്കാനാകാതെ പോയ മണ്ഡലത്തിൽ ഈ തവണ മത്സരിക്കുന്നത് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറാണ്. 2011 കാനത്തിൽ ജമീല 8500 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ പ്രവീൺകുമാർ കടുത്ത മത്സരമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാൽ K ദാസന് മണ്ഡലത്തിലുള്ള ജനകീയ സ്വാധീനം ഈ തവണയും വിധി നിർണയിക്കും. 5. പേരാമ്പ്ര. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത മണ്ഡലം. LDF കൺവീനർ TP രാമകൃഷ്ണൻ കഴിഞ്ഞ തവണ 22,592 വോട്ടിന് വിജയിച്ച മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. മുസ്ലിം ലീഗിന്റെ യുവ വനിതാ മുഖം ഫാത്തിമ തഹ്ലിയ മത്സര രംഗത്തേക്ക് വരികയും ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചാരണവും മണ്ഡലത്തിൽ കടുത്ത മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ട് ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുണ്ടായ വിവാദം കടുത്ത സാമുദായിക ചേരിതിരിവിലേക്ക് വരെ എത്തിക്കുമോ എന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അടിസ്ഥാന വോട്ട് ബാങ്കുള്ള മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് വിജയസാധ്യത നിലനിൽക്കുന്നതെങ്കിലും വിവാദങ്ങൾ വോട്ടായി മാറുമോ എന്ന കൗതുകം ആകാംക്ഷയുണ്ടാക്കുന്നുണ്ട്. 6. ബാലുശ്ശേരി. ഇടതുപക്ഷത്തിന്റെ മറ്റൊരു സുരക്ഷിത മണ്ഡലം. സംവരണ മണ്ഡലമായ ബാലുശ്ശേരിയിൽ കഴിഞ്ഞ തവണ സിനിമാ താരം ധർമ്മജനെ പരാജയപ്പെടുത്തിയ മുൻ SFI നേതാവ് സച്ചിൻ ദേവ് തന്നെയാണ് ഈ തവണയും മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ VN സൂരജ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷത്തിൽ മാത്രമാണ് തർക്കം. 7. ഏലത്തൂർ. ഇടതിന്റെ കോഴിക്കോട്ടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ഏലത്തൂർ മന്ത്രി AK ശശീന്ദ്രന്റെ സിറ്റിംഗ് മണ്ഡലമാണ്.
കോൺഗ്രസിലെ മഹിളാ നേതാവ് വിദ്യാ ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കഴിഞ്ഞ തവണ AK ശശീന്ദ്രന് ലഭിച്ച 38,500 വോട്ട് നിലനിർത്താനാകുമോ എന്ന കൗതുകം മാത്രമാണ് മണ്ഡലത്തിലുള്ളത്. 8. കോഴിക്കോട് നോർത്ത്. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ കഴിഞ്ഞ തവണ 12,928 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ ഈ തവണ വീണ്ടും ജനവിധി തേടുകയാണ്. കഴിഞ്ഞ തവണ KM അഭിജിത്തായിരുന്നു എതിരാളിയെങ്കിൽ ഈ തവണ അഡ്വക്കേറ്റ് K ജയന്താണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന ഏക മണ്ഡലമായ നോർത്തിൽ കഴിഞ്ഞ തവണ MT രമേശ് 30,952 വോട്ടുകൾ നേടിയിരുന്നു. ഈ തവണ BJPക്ക് വേണ്ടി നവ്യ ഹരിദാസാണ് മത്സരരംഗത്തുള്ളത്. കോഴിക്കോട്ടെ സൗമ്യമുഖം തോട്ടത്തിൽ രവീന്ദ്രന്റെ ജനകീയത ഈ തവണയും വിജയത്തിലേക്ക് എത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് CPIM. 9. കോഴിക്കോട് സൗത്ത്. MK മുനീറിന്റെ തട്ടകമായിരുന്ന സൗത്തിൽ കഴിഞ്ഞ തവണ മുനീർ കൊടുവള്ളിയിലേക്ക് മാറിയതോടെ INL നേതാവ് അഹമ്മദ് ദേവർകോവിൽ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. 12,459 വോട്ടിന് വിജയിച്ച മുൻ മന്ത്രി കൂടിയായ ദേവർകോവിലിന് എതിരാളി യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ ബാബുവാണ്. കടുത്ത മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ 1,00,000 വോട്ടുമായി BJPയും ഒപ്പത്തിനൊപ്പമുണ്ട്. അടിയൊഴുക്കുകൾ വിധിയെഴുതുന്ന മണ്ഡലത്തിൽ UDFന് വിജയസാധ്യത ഉണ്ടെങ്കിലും മത്സരം പ്രവചനാതീതമാണ്. 10. ബേപ്പൂർ. മന്ത്രി മുഹമ്മദ് റിയാസും PV അൻവറും നേർക്കുനേർ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാണ്. കോലീബി അടക്കം CPMനെ പരാജയപ്പെടുത്താൻ എല്ലാ പരീക്ഷണങ്ങൾക്കും മുൻകാലത്ത് തന്നെ വേദിയായിട്ടുള്ള ബേപ്പൂരിൽ അൻവർ അട്ടിമറിക്കുമെന്ന പ്രതീക്ഷ UDFന് ഇല്ലെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് PV അൻവർ. ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായുള്ള ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നതുകൊണ്ട് തന്നെ 2021 28,747 എന്ന മികച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ച മുഹമ്മദ് റിയാസിനെതിരെ അട്ടിമറി വിജയം നേടാം എന്ന PV അൻവറിന്റെ സ്വപ്നം പൂവണിയാനുള്ള സാധ്യത കുറവാണ്. 11. കുന്നമംഗലം. ഇരുമുന്നണികളും മാറി മാറി വിജയിച്ചു പോന്ന മണ്ഡലം 2011 മുൻ മുസ്ലിം ലീഗ് നേതാവ് PTA റഹീമിന്റെ കുത്തക മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഈ തവണയും അദ്ദേഹം തന്നെ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് MA റസാഖാണ് സ്ഥാനാർത്ഥി. ന്യൂനപക്ഷ ഏകീകരണം UDF പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിച്ചാൽ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ നിലവിൽ വിജയം പ്രവചനാതീതമാണ്. 12. കൊടുവള്ളി. മുൻ മന്ത്രി MK മുനീറിന്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിന് പകരം മത്സരിക്കാൻ എത്തുന്നത് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് ആണ്. 2021 MK മുനീർ 6,344 വോട്ട് മാത്രം വിജയിച്ച മണ്ഡലത്തിൽ ഈ തവണ LDFന് വേണ്ടി മത്സരിക്കുന്നത് സലീം മടവൂറാണ്. കാന്തപുരം സമസ്തയ്ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഈ തവണയും കടുത്ത മത്സരമാണ് നടക്കുന്നത്. UDFന് വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ വിജയം അത്ര എളുപ്പമാകില്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. 13. തിരുവമ്പാടി. കോഴിക്കോട് ജില്ലയിലെ മലയോര മണ്ഡലമായ തിരുവമ്പാടിയിൽ സിറ്റിംഗ് MLA ലിൻഡോ ജോസഫ് LDFന് വേണ്ടി വീണ്ടും ജനവിധി തേടുകയാണ്. മികച്ച MLA എന്ന ട്രാക്ക് റെക്കോർഡുള്ള ലിൻഡോയ്ക്ക് ഈ തവണ കടുത്ത മത്സരമാണ് തിരുവമ്പാടിയിൽ നേരിടേണ്ടി വന്നത് എന്നാണ് CPM തന്നെ വിലയിരുത്തുന്നത്. രാഷ്ട്രീയമായി UDFന് 40,000-ഓളം വോട്ടിന്റെ ആധിപത്യമുണ്ട് മണ്ഡലത്തിൽ. മുസ്ലിം ലീഗിന്റെ പ്രദേശത്തെ ജനകീയ മുഖം CK കാസിം എതിരാളിയായി എത്തിയതോടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. UDFന് സ്വാധീനമുണ്ടെങ്കിലും പക്ഷേ ജനവിധിയെ പലപ്പോഴും സ്വാധീനിക്കുന്നത് സാമുദായിക ഘടകങ്ങളും സ്ഥാനാർത്ഥികളുടെ മികവും തന്നെയാണ്. വോട്ടിന് ശേഷമെടുത്ത CPM കണക്കിൽ ലിൻഡോ രാഷ്ട്രീയ വോട്ടുകളെ അടിസ്ഥാനമാക്കി പുറകിലാണെന്നാണ് സൂചന. പക്ഷേ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിലുണ്ടാക്കിയ ജനപ്രീതി അട്ടിമറി വിജയം നൽകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ലിൻഡോ ജോസഫ് ഇപ്പോഴും. ഈ മണ്ഡലത്തിലും വിജയം പ്രവചനാതീതമാണ്. 2021 13-ൽ 11 സീറ്റുകളും വിജയിച്ച ഇടതുപക്ഷത്തിന് ഈ തവണ 7 മുതൽ 9 സീറ്റ് വരെയും UDFന് 4 മുതൽ 6 സീറ്റും വിജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ.